നിലമ്പൂരിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയെന്ന് വാർത്ത വരുന്നു. ഇന്ന് പുലർച്ചെ വൈലാശ്ശേരിയിലെത്തിയ കാട്ടാനയെ നാട്ടുകാർ കാട് കയറ്റി. ആനയുടെ ദൃശ്യം 24 പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടോളൂ. അതിൽ അരമതിലിൻ്റെ അപ്പുറത്ത് തന്നെ ആന നിൽപ്പുണ്ട്. ടോർച്ചടിച്ചാൽ ആന തിരിഞ്ഞു നോക്കുകയും ചെയ്യും. കണ്ടില്ലേ, ആന പോകുന്ന പൂ കണ്ടില്ലേ? എന്നെ ആനയാ. സമീർ ബിൻ കരീം ചേരുന്നു വിവരങ്ങളുമായി. സമീർ, ഈ ആന ഇടതുവശത്തെ വഴിയിലൂടെ പോയല്ലേ, എങ്ങോട്ടാണ് പോകുന്നത്? SKN ആന നിലവിൽ വന്ന മേഖലയിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാണ്. പോക്കോട് വനമേഖലയിലേക്കാണ് ആന തിരിച്ചു പോയിരിക്കുന്നത്. നിലമ്പൂരിൽ രണ്ടിടത്താണ് ഇന്ന് പുലർച്ചയോടുകൂടി കാട്ടാന ഇറങ്ങി അലമ്പുണ്ടാക്കിയിരിക്കുന്നത്. നിലമ്പൂർ വൈലാശ്ശേരിയിലും മൂത്തേടം നമ്പൂരിപ്പെട്ടിയിലുമാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ഈ വൈലാശ്ശേരിയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാവിലെ പുലർച്ചെ 4 മണിയോട് കൂടി ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികളാണ് ഈ കാട്ടാനയെ കണ്ടതായിട്ട് പറയപ്പെടുന്നത്. പൊക്കോട് വനമേഖലയിൽ നിന്നും എത്തിയ ആന ഈ സമീപത്തെ അംഗൻവാടിയുടെ മുൻവശത്തെ റോഡിലൂടെ ഈ അമ്പലത്തിന് സമീപത്തേക്ക് എത്തുകയായിരുന്നു. അമ്പലത്തിന് സമീപത്തെ വീട്ടിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീടിന്റെ മുറ്റത്തോടു കൂടിയാണ് ഈ ആന കടന്നു പോകുന്നത്. നാട്ടുകാർ ബഹളം വെച്ചും ഒപ്പം തന്നെ ടോർച്ചടിച്ചും മറ്റുമൊക്കെ ശബ്ദമുണ്ടാക്കിയതോടു കൂടിയാണ് കാട്ടാന വനമേഖലയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. നിരവധി യാത്രക്കാർ രാവിലെ പ്രത്യേകിച്ച് ടാപ്പിനൊക്കെ തൊഴിലാളികൾ പോകുന്ന ഒരു സമയമാണ് ഈ പുലർച്ചെ 4 മണി എന്നുള്ള സമയം. ആ സമയത്താണ് കാട്ടാന ഈ ഭാഗത്ത് ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മൂത്തേട് ഭാഗത്താണെങ്കിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ചാലിയാർ പഞ്ചായത്തിലാണ് ഈ രണ്ട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. ചാലിയാർ പഞ്ചായത്തിലാണെങ്കിൽ കടറശല്യം അതിരൂക്ഷമാണ്. ഈ കൃഷി നശിപ്പിക്കലും മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കലൊക്കെ തന്നെ പതിവ് കാഴ്ചയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ വീട്ടുമുറ്റത്തേക്ക് കാട്ടാൻ എങ്ങനെ എത്തുന്നതൊക്കെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണെന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. SKN സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.